ഹലോ ഗൈഡ്, ഇറ്റ്സ് മീ സുൽത്താൻ. ഇന്ന് ഡ്യൂട്ടിയിലെത്തുമ്പോ എന്റെ മെഡിക്കൽ ചെയ്യാനായി. അപ്പോഴാണ് സത്യം മനസ്സിലായി, നാളെ പിന്നെ ഫൈനായി മാറും. ഞാൻ മനസ്സിലായി തിരിഞ്ഞളിച്ച് നടക്കൂല, വേ പരിപാടിയൊക്കെ തിന്നിട്ടും കുടിച്ചിട്ടും കളി നടക്കില്ല. ഫൈൻ കിട്ടിയിട്ട് കളിയുന്ന പൈസ നഷ്ടം തന്നെ. പബ്ലിക് ഹെൽത്ത് സെന്ററിലേക്ക് നമ്മളങ്ങ് വിട്ട്. ഇതൊക്കെ തൊട്ടടുത്തുള്ള കാരണം തന്നെ പെട്ടെന്ന് പരിപാടി എടുത്ത് തിരിച്ചു വരാം. മെഡിക്കലിലെ പേപ്പറും കാര്യങ്ങൾ ക്ലിയർ. സ്റ്റെപ്പന് പറയാനുള്ളത് ബ്ലഡ് എടുത്ത് നമ്മൾ. അതിനുശേഷം റഹ്മത്ത് ഭായിന്റെ ആക്ടിംഗ് ആണ് കാണുന്നത്. മൂപ്പർ പറയാ ഈ കൈ പൊങ്ങുന്നില്ല. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ചിരിയും. അപ്പോൾ മനസ്സിലായി ഇത് നമ്മളെ സ്വീപ്പാക്കണേ. അടുത്ത എക്സ്റേ, അതിന് ഒടുവിൽ എക്സ്റേയും കൂടി കഴിഞ്ഞിട്ട് നമ്മളവിടുന്ന് മെല്ലെ ഇറങ്ങി. ഇനി ഇതിന്റെ റിസൾട്ട് വരെ 24 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. പോയി വരുന്നതിന്റെ ഇടയിലാണ് ഷോപ്പിലേക്കുള്ള സാധനം വാങ്ങാൻ പറഞ്ഞത്. അത് വാങ്ങാൻ വേണ്ടി നമ്മൾ അടുത്തുള്ള ഫൗസാനിലേക്ക് തന്നെ വിട്ടു. പിള്ളേരുള്ള കാരണത്താൽ തന്നെ പോയവാണ് വെൽക്കം ആയിട്ട് രണ്ട് നെറ്റ്സ് അതും തിന്നിരുന്നു. അത് കഴിയുമ്പോഴത്തേക്ക് സാധനം റെഡി. ആരും തിരക്കിലാണ്, പക്ഷെ ജോളിയായിട്ട് പണി നടക്കുന്നത്. പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ഷോപ്പിലെത്തുന്ന ഈ ഒരു കാഴ്ചയാണ്. മുന്നൂബായി ഡോളേഴ്സിനെ കൊണ്ട് കളിക്കുക. ഞാൻ എന്താ വെച്ചിട്ട് മൂപ്പരാ ഇപ്രാവശ്യം നോമ്പില്ല ഹതിയാണ്, അല്ലെങ്കിലും മുതലാളിമാരെന്നെല്ലാം പറഞ്ഞ ഇങ്ങനെ ആയിരിക്കും. ഇതിന്റെ ഇടക്കാണ് സപ്പാനൊരു പേരറിയാത്ത ഒരു സാധനം കൊണ്ട് അതിനെ മുറിച്ച് തെറച്ച് ഒരു മുളകല്ലിട്ട് ഈ ഒരു പരുവത്തിലേക്ക് ആക്കി. അതിനുശേഷമുള്ള കഴിച്ചിട്ടുള്ള റിയാക്ടിങ് കണ്ട സംഭവം പണിപാളി. മുളക് വാരിയിട്ട് അധികം എനിക്ക് അന്നേരേ തോന്നിയിരുന്നു എന്തോ ഒരു പണി വരാനുള്ളത്. ചെമ്മൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാറ്റ് വെച്ച് കീറിയിരുന്നു. കണ്ണൊക്കെ നിറഞ്ഞിരിക്കുകയാണ്, പക്ഷെ എന്നാലും വിട്ടുകൊടുക്കൂല. ഒടുവിൽ ഞാൻ പിന്മാറി, എനിക്ക് പറ്റില്ല എന്ന് ഉറപ്പായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് രാവിലെ മെല്ലെ പള്ളിയിലേക്ക് വിട്ടു. ഉപസ്കാരം കഴിഞ്ഞ് മെല്ലെ ഖുർആനോദിട്ട് അവിടെ കുറച്ച് റൂമിലെത്തിയാലോ വിചാരിച്ചു. മുടിയൊക്കെ ഒന്ന് കട്ട് ചെയ്യണമല്ലോ. അങ്ങനെ കയ്യിലുള്ള ട്രിമ്മർ എടുത്തിട്ട് നേരെ വിട്ട്. പക്ഷെ എന്തോ ഒരു പാളിച്ച പോലെ മുടിക്ക് വാരം നേരെ വെച്ച് താടി വീശിയിരുന്നു. സംഭവം ഒരു കൊറിയനാക്കാൻ നോക്കിയതാണ് പണിപാടി. ഇതിപ്പോ കുര്യനാണ് ആയത്. അങ്ങനെ അതും കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അലക്കാണത് വാഷ് ചെയ്തു. അപ്പൊ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ബൈ, അടുത്തിടെ കാണാം.